അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 40ഓളം പണ്ഡിതന്മാർ പ്രധാനമന്ത്രിയെ കണ്ട് ചർച്ച നടത്തി. അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ, അഖിലേന്ത്യാ മശായിഖ് ബോർഡ്, അഖിലേന്ത്യാ സുന്നി വിദ്യാഭ്യാസ ബോർഡ്, അഖിലേന്ത്യാ സൂഫി പണ്ഡിത സഭ തുടങ്ങിയ സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് സുന്നി പണ്ഡിതർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടത്. 45 മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ചയിൽ രാജ്യത്ത് മുസ്ലിംകൾ പൊതുവിലും സുന്നി സമൂഹം പ്രത്യേകിച്ചും നേരിടുന്ന പ്രയാസങ്ങളും വിഷമതകളും സംഘം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. രാജ്യത്ത് ന്യൂനപക്ഷങ്ങളുടെ അരക്ഷിതാവസ്ഥയും ആശങ്കയും ഇല്ലാതാക്കുന്നതിന് നടപടികൾ കൈക്കൊള്ളുക, ഇന്ത്യ ചരിത്രം പക്ഷപാതപരമായി പുനഃസൃഷ്ടിക്കരുത്, വിദ്യാഭ്യാസ മേഖലയിൽ മതേതര കാഴ്ചപ്പാടും മതനിരപേക്ഷതയും ഉയർത്തിപ്പിടിക്കുക, രാജ്യത്ത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം സാർവത്രികമാക്കുക, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിശിഷ്യ തലസ്ഥാന നഗരിയിൽ അന്യാധീനപ്പെട്ട വഖഫ് ഭൂമികൾ ബന്ധപ്പെട്ട സുന്നി അവകാശികൾക്ക് നൽകുക, എയർ ഇന്ത്യയുടെ സർവീസ് കാര്യക്ഷമമാക്കാൻ നടപടി സ്വീകരിക്കുന്നതോടൊപ്പം സീസണിലും അല്ലാത്ത ഘട്ടങ്ങളിലും നിരക്ക് ക്രമാതീതമായി വർദ്ധിപ്പിച്ച് യാത്രക്കാരെ ചൂഷണം ചെയ്യുന്ന പ്രവണത അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന നിവേദനം സംഘം പ്രധാനമന്ത്രിക്ക് നൽകി. രാജ്യത്തെ പ്രമുഖ പണ്ഡിത സംഘടനകൾ ഉന്നയിച്ച ആവശ്യങ്ങൾ പരിശോധിച്ച് അനുഭാവപൂർവമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി സംഘത്തിന് ഉറപ്പ് നൽകിയതായി ചർച്ചയ്ക്ക് ശേഷം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. സൂഫി പണ്ഡിതർ രാജ്യത്തിന്റെ പൊതുചിന്താധാരയുടെ ഭാഗമാണെന്നും ഇന്ത്യയുടെ ബഹുസ്വര സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് സൂഫി പണ്ഡിതരുടെ പ്രവർത്തനം സഹായകമായിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി സംഘത്തോട് പറഞ്ഞു. തീവ്രവാദത്തിനെതിരെ പണ്ഡിതർ ശക്തമായി രംഗത്തുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, അഖിലേന്ത്യാ മശായിഖ് ബോർഡ് അധ്യക്ഷൻ ഹസ്രത്ത് സയ്യിദ് മുഹമ്മദ് അഷ്റഫ്, കൊൽക്കത്ത മഖ്ദൂം അഷ്റഫി മിഷൻ പ്രസിഡന്റ് ഹസ്രത്ത് സയ്യിദ് ജലാലുദ്ദീൻ അഷ്റഫ്, ഹസ്രത്ത് സയ്യിദ് അഹമ്മദ് നിസാമി, ഡൽഹി നിസാമുദ്ദീൻ ഔലിയ ദർഗയിലെ സജ്ജാദ നിഷാൻ എന്നിവർ സംഘത്തിലെ പ്രമുഖരാണ്. ജലീൽ മടവൂർ, KMIC ന്യൂസ്.